ചെങ്ങറയുൾപ്പെടെയുള്ള ഭൂസമരങ്ങളെ തുടർന്ന് ആദിവാസികൾക്ക് കാസർഗോഡും ഇടുക്കിയിലും ഉൾപ്പെടെ ഭൂമികൾ പതിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇവ ജനവാസയോഗ്യമല്ലെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് പകരം ഭൂമി കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവ് ഭേദഗതി ചെയ്തു. പുതുക്കിയ ഉത്തരവ് പ്രകാരം ചെങ്ങറയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരിൽ 51 കുടുംബങ്ങൾ ഉൾപ്പെടെ 234 കുടുംബങ്ങൾക്ക് തിരുവനന്തപുരം പാങ്ങോട് വില്ലേജിൽ സർവേ നമ്പർ 3865ൽപ്പെട്ട ഭൂമിയിൽ നിന്ന് 129.87 ഏക്കർ പതിച്ചു നൽകണം. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും ജില്ലാ കളക്ടറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തരവ്. എന്നാൽ വനം വകുപ്പ് രേഖകൾ പ്രകാരം ഇത് കുമ്മിൽ റിസർവിൽ ഉൾപ്പെടുന്ന വനഭൂമിയാണ്. വില്ലേജ് രേഖകളിലും ഇത് റിസർവ് വനഭൂമിയാണ്. അതിനാൽ ഭൂമി റവന്യൂ വകുപ്പിന് വിട്ടുനൽകാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് വനം വകുപ്പ് അധികൃതർ. വനം വകുപ്പിന്റെ രേഖകൾ പ്രകാരം ഈ പ്ലാന്റേഷനുകൾ കുമ്മിൾ റിസർവിൽപ്പെട്ടവയാണ്. ഇക്കാര്യത്തിലൊരു വ്യക്തത ഇല്ലാത്തതിനാൽ ഈ വിവരം കാണിച്ച് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ഈ ഓഫീസിൽ നിന്നും കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്നത് വരെ സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ഇന്ന് ഇവിടെ സർവേ ചെയ്യാനെത്തിയ സർവേ ടീമിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് റവന്യൂ ഭൂമിയാണെന്ന നിലപാടിലാണ് ജില്ലാ കളക്ടർ. ഇതു സംബന്ധിച്ച റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായും വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായും കളക്ടർ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. ഇതിനെ തുടർന്ന് സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഭൂമിക്കായുള്ള ആദിവാസി സമരങ്ങൾ സംസ്ഥാനത്ത് തുടരുന്നതിനിടെയാണ് ഭരണതലത്തിലെ തർക്കം പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയെന്ന കാലങ്ങളായുള്ള ആദിവാസികളുടെ കാത്തിരിപ്പിനാണ് ഇതോടെ കരിനിഴൽ വീണിരിക്കുന്നത്. അൽ അമീൻ, മീഡിയ 1, തിരുവനന്തപുരം.